വിവാദചിത്രം ദി കേരള സ്റ്റോറിക്ക് രണ്ടാം ഭാഗം വരുന്നു. ആദ്യ ഭാഗത്തിന്റെ നിർമ്മാതാക്കളായ സൺഷൈൻ പിക്ചേഴ്സാണ് രണ്ടാം ഭാഗവും തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത്. കമാഖ്യ നാരായൺ സിംഗ് ആണ് സംവിധാനം. ബിയോണ്ട് ദി കേരള സ്റ്റോറി എന്ന ചിത്രം ഫെബ്രുവരി 27 പുറത്തിറങ്ങും. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, നമുക്കറിയാം കേരള സ്റ്റോറി എന്ന സിനിമ എത്രത്തോളം ചർച്ചയായതാണ്, കേരളത്തിൽ വിവാദമായതാണ്. അതിൻ്റെ രണ്ടാം ഭാഗമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അതിനും ചില ലക്ഷ്യങ്ങളും കൃത്യമായൊരു കണ്ടന്റുമൊക്കെ ഉണ്ടായിരിക്കാം. അതെ, തീർച്ചയായിട്ടും ഈ ഒരു രണ്ടാം ഭാഗത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോയിൽ തന്നെ അവർ വിമർശകർക്കിട്ട് ഒരു കൊട്ടുകൊടുത്താണ് തുടങ്ങുന്നത്. ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ ഇത് വെറും കെട്ടുകഥയാണെന്ന് പറയാൻ ശ്രമിച്ചു, അവർ ഇതിനെ നിശബ്ദമാക്കാൻ ശ്രമിച്ചു, ഇതിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ ചില സത്യങ്ങൾ നിലയ്ക്കുന്നില്ല. ഇത്തവണ അത് കൂടുതൽ ആഴങ്ങളിലേക്ക് പോവുകയാണ്, ഇത്തവണ അത് കൂടുതൽ വേദനിപ്പിക്കുന്നതുമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ടാഗ് ലൈനിലാണ് ഈ രണ്ടാം ഭാഗത്തിന്റെ അനൗൺസ്മെന്റ് വീഡിയോ തുടങ്ങുന്നത് തന്നെ. ഇത്തവണ ബിയോണ്ട് ദി കേരള സ്റ്റോറി എന്നാണ് ചിത്രത്തിന്റെ പേര്. ഈ വരുന്ന ഫെബ്രുവരി 27 തീയതിയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക. ഈ ചിത്രം കേരളത്തിൽ തന്നെയാണ്, ആദ്യ ഭാഗം പോലെ തന്നെ കേരളത്തിൽ വെച്ച് തന്നെയാണ് നിരവധി അതിൻ്റെ പോർഷൻസ് ഷൂട്ട് ചെയ്തതെന്ന് തന്നെയാണ് വിവരം. എന്നാൽ ഇതിൻ്റെ അഭിനേതാക്കൾ ആരെന്നോ അല്ലെങ്കിൽ മറ്റ് അണിയറ പ്രവർത്തകരെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല. ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് വിവരങ്ങൾ അതുപോലെ തന്നെ ലൊക്കേഷനിലുള്ള മറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ പുറത്തു പോകരുതെന്ന് ഇതിൻ്റെ നിർമ്മാതാക്കൾക്ക് വളരെ കർശനമായിട്ടുള്ള ഒരു നിബന്ധനയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് അണിയറ പ്രവർത്തകരെയോ അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ അഭിനേതാക്കളെയോ ആരെയും തങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഈ ചിത്രീകരണ സമയത്ത് ഉപയോഗിക്കാനായിട്ട് അനുവാദം കൊടുത്തിരുന്നില്ല. മറ്റ് കേരളത്തിൽ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ മറ്റ് വിവാദങ്ങളും ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ വളരെ രഹസ്യമായി ഒരു നീക്കം നടത്തിയത്. ആദ്യ ഭാഗത്തിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള ഈ സൺഷൈൻ പിക്ചേഴ്സ് തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്. വിപുൽ അമൃത്ലാൽ ഷായാണ് അതിൻ്റെ ബാനറിൽ ഈ ചിത്രം നിർമ്മിക്കുന്നത്. ഇത്തവണ ഒരു പുതിയ സംവിധായകനാണ്. ഇത്തവണ ഈ കാമഖ്യ നാരായൺ സിംഗ് എന്ന് പറയുന്ന ഒരു സംവിധായകനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മുൻ ചിത്രങ്ങൾ ഇതിനു മുൻപ് ദേശീയ അവാർഡ് ഉൾപ്പെടെ നേടിയിട്ടുള്ള ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ജസ്റ്റിസ് ഡിലേഡ് ബട്ട് ഡെലിവേർഡ് എന്ന് പറയുന്ന ചിത്രം 2020 ദേശീയ അവാർഡിന് അർഹമായിരുന്നു. അതുപോലെ തന്നെ ഭോർ, അതുപോലെ 10 ഡേയ്സ് ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന ചിത്രങ്ങളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇതിന് മുൻപത്തെ ആദ്യ ഭാഗം സംവിധാനം ചെയ്തിട്ടുള്ളത് സുദീപ്തോ സെന്നായിരുന്നു. അദ്ദേഹത്തിന് ദേശീയ അവാർഡ് ഉൾപ്പെടെ ലഭിച്ച ഒരു കാര്യമാണ്. രഞ്ജിത്ത് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി വിവാദങ്ങളിലൂടെയാണ് ആദ്യ ഭാഗമായിട്ടുള്ള കേരള സ്റ്റോറി കടന്നുപോയിരുന്നത്. ആദ്യം ഈ ചിത്രം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ രണ്ടാമത്തെ ചിത്രം അനൗൺസ് ചെയ്തതുപോലെ തന്നെ ആദ്യ ഭാഗത്തിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ ഉണ്ടായിരുന്നു. ആ സമയത്ത് കേരളത്തിൽ നിന്ന് 32,000 പെൺകുട്ടികൾ ISIൽ ചേർന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണമായിരുന്നു ആ ടീസറിൽ ഉന്നയിച്ചിരുന്നത്. ഇതിനെതിരെ പിന്നീട് ഹർജിയുമായി ഉൾപ്പെടെ മുന്നോട്ട് പോയിരുന്നു. ചിത്രം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി ഉൾപ്പെടെ സമർപ്പിച്ചിരുന്നു. തുടർന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ 32,000 എന്നുള്ള ഒരു സംഖ്യ അത് ചോദ്യം ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ഈ ചിത്രത്തിൻ്റെ തുടക്ക ഭാഗത്ത് ഇത് സാങ്കല്പിക സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്, യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രേരിതമായിട്ടുള്ള സാങ്കല്പിക കഥയാണ് ചിത്രം എന്നൊരു ഡിസ്ക്ലെയിമർ ഈ ചിത്രത്തിൻ്റെ തുടക്കത്ത് അതിൻ്റെ നിർമ്മാതാക്കൾക്ക് നൽകേണ്ടി വന്നിരുന്നു. എന്നാൽ ഈ ചിത്രം ഈ വിവാദങ്ങൾ ഇത്രയധികം ഉണ്ടായിട്ടും ബോക്സ് ഓഫീസിൽ നല്ല ചലനം സൃഷ്ടിച്ച ഒരു സിനിമയാണ്. ഇപ്പോൾ മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച വിമൺ ഓറിയൻറ്റഡ് മൂവിയായിരുന്നു. അതുപോലെ തന്നെ ഉത്തർപ്രദേശ് സർക്കാർ ഉൾപ്പെടെ നിരവധി സർക്കാരുകൾ ഈ ചിത്രത്തെ ടാക്സ് ഫ്രീ ആയി പ്രദർശിപ്പിക്കാനായി തയ്യാറായി വന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം കർണാടകയിൽ തൻ്റെ ഒരു പ്രസംഗത്തിൽ ഈ ചിത്രത്തിൻ്റെ കാര്യം എടുത്തു പറയുക വരെ ഉണ്ടായി. അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ആയുധമായി വരെ കേരള സ്റ്റോറി ഉപയോഗിക്കപ്പെട്ടിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഈ സുദീപ്തോ സെന്നിന് ദേശീയ അവാർഡ് ഉൾപ്പെടെ ലഭിക്കുന്നത്, മികച്ച സംവിധായകനുള്ള. ആ ഒരു നടപടിയെയും കേരള സർക്കാർ ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അപ്പോൾ നിരവധി വിവാദങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കി, ബോക്സ് ഓഫീസിൽ ചലനമുണ്ടാക്കി, കോടതി നടപടി വരെ നേരിട്ട് അതിനുശേഷം ഒരു ഇലക്ഷൻ ആയുധമായി വരെ ഉപയോഗിക്കപ്പെട്ടതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ ഒരു രണ്ടാം ഭാഗം പുറത്തിറങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നിരവധി പേർ ഒരു ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ രണ്ടാം ഭാഗം ഇത്തവണ കൂടുതൽ വേദനിപ്പിക്കുന്നതാണ്, കൂടുതൽ ആഴങ്ങളിലേക്ക് എന്നൊരു ടാഗ് ലൈനിലൂടെ പുറത്തിറങ്ങുമ്പോൾ അതും ബിയോണ്ട് ദി കേരള സ്റ്റോറി എന്നൊരു പേരും കൂടിയുണ്ട്. അപ്പോൾ എന്ത് തരം കഥയാണ്, എന്താണ് ഇത്തവണ ചർച്ചാ വിഷയമാക്കുന്നത്, അതും കേരളത്തെ അടിസ്ഥാനമാക്കി എന്താണ് ഇനി അടുത്ത് പറയാനുള്ളത് എന്നുള്ള ആകാംക്ഷയിൽ തന്നെയാണ് നിരവധി പേർ.
തീർച്ചയായും അതാണ് കേരള സ്റ്റോറിക്ക് രണ്ടാം ഭാഗം വരുന്നു. നേരത്തെയുള്ള ആദ്യത്തെ കേരള സ്റ്റോറിയുടെ ഒന്നാം ഭാഗമൊക്കെ നമുക്കറിയാം വലിയ വിവാദമായതാണ്, പല രാഷ്ട്രീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചയുമായതാണ്. രണ്ടാം ഭാഗം എന്താണ് പറയുന്നത് എന്ന് കാത്തിരുന്ന് കാണാം.